ഈ ചില ആളുകൾക്ക് അവരുടെ ബുദ്ധി അവർക്ക് മാത്രമേ മനസ്സിലാവൂ എന്ന് തോന്നിപ്പോകും. സംഗതി എന്തെന്നറിയോ, ഈ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ രണ്ടാമത്തെ ബലാത്സംഗ പരാതിയിൽ അദ്ദേഹത്തിന് മുൻകൂർ ജാമ്യം നൽകിക്കൊണ്ട് ഈ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജി ഇറക്കിയ ഉത്തരവിൽ അവർ ചില പൊരുത്തക്കേടുകൾ, ചില കാര്യങ്ങൾ, അതിലെ ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ എന്നുള്ള വിഷയങ്ങൾ, കൂടാതെ ചില വാട്സപ്പ് ചാറ്റുകൾ മാസ്ക് ചെയ്തിരിക്കുന്നതിനെ സംബന്ധിച്ച വിവരങ്ങൾ ഒക്കെ സൂചിപ്പിച്ചുകൊണ്ട് മുൻകൂർ ജാമ്യം നൽകുകയുണ്ടായി. അപ്പോൾ ഞാൻ സാധാരണ എല്ലാവരും വളരെ നിഷ്പക്ഷനാണ്, നീതിമാനാണെന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കില്ല പുട്ടിന് പീരയിടുന്നത് പോലെ എന്തെങ്കിലുമൊക്കെ എഴുതുന്ന നമ്മുടെ ജേക്കബ് സാറിൻ്റെ ഒരു എഴുത്ത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. എന്നുവെച്ചാൽ നീതിപീഠമേ ഈ സംസ്ഥാനത്ത് നടക്കുന്നത് എന്തൊക്കെയാണ് എന്ന് വെച്ചാൽ സാമൂഹ്യ മാധ്യമത്തിലെ ജഡ്ജിമാരും അതുപോലെ മാധ്യമങ്ങളിലെ ജഡ്ജിമാരും എല്ലാവരും കൂടി ഇരുന്ന് വിധി പ്രസ്താവന നടത്തി വേണം അവരുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു പോപ്പുലർ വിധി വേണം പുറത്തു വരാൻ. ഈ പോപ്പുലർ തീരുമാനങ്ങൾ ഉണ്ടാകാത്തതിൻ്റെ പ്രത്യാഘാതം ആരോഗ്യവകുപ്പിൽ ഇപ്പം നിലവിലുണ്ട്. എന്ന് വെച്ചാൽ ഏതെങ്കിലും ഒരു രോഗിയെ തൊട്ടടുത്ത താലൂക്ക് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നാൽ അവർ മുൻപിൻ നോക്കാതെ എന്തെങ്കിലും ഒന്ന് ചെയ്തെന്ന് വരുത്തി ജില്ലയിലേക്ക് അങ്ങ് വിടും. ഞാൻ എൻ്റെ സുഹൃത്തായ ഒരു ഡോക്ടറോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത്, നമുക്ക് ചിലപ്പോൾ ചിലതിലൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാം, പക്ഷേ ചെയ്താലും ചിലപ്പോൾ അപകടം സംഭവിക്കുമെന്ന് തോന്നിയാൽ അങ്ങോട്ട് വിടുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇല്ലെങ്കിൽ ബന്ധുക്കളും നാട്ടുകാരും എല്ലാം കൂടി ഇവിടെ അടിച്ചങ്ങ് പൊട്ടിക്കും. ഇത് കൊല്ലമോ തിരുവനന്തപുരമോ ആകുമ്പോഴേക്ക് ഒന്ന് അത്യാവശ്യമുള്ള ആളുകളെ പോവുകയുള്ളൂ, രണ്ട് അവിടെ എത്തുമ്പോഴേക്ക് ഈ ആൾക്കൂട്ടമൊന്നും ഉണ്ടാവില്ല. ഇതുപോലുള്ള അഭ്യാസങ്ങൾ കാണിക്കലും ഇച്ചിരി കുറയും. എന്ന് പറഞ്ഞാൽ ഈ തറവേല എടുക്കുന്നതെല്ലാം തറവാട് മുറ്റത്താണല്ലോ, അല്ലാതെ ദൂരോട്ട് പോകുമ്പോൾ ഇത് കുറയുമല്ലോ എന്ന് പറഞ്ഞതുപോലെ ഇനിയിപ്പോൾ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിമാർക്കോ താഴെയുള്ള ജഡ്ജിമാർക്കോ ഒന്നും പ്രത്യേകിച്ച് ഒരു വിധിയും ഒരു ഈ പറയുന്ന പോലെ പ്രാധാന്യമുള്ളതല്ല. അവർ നേരെ മുകളിലേക്ക് റെഫർ ചെയ്തേക്കണം. പറ്റുമെങ്കിൽ സുപ്രീം കോടതിയുടെ ഫുൾ ബെഞ്ചിന് വിട്ടേക്കണം. എങ്കിലേ ഈ നിരീക്ഷകരായ സഹോദരങ്ങൾക്ക് ഒരു സന്തോഷം വരുള്ളൂ. ഈ അടുത്ത സമയത്തുണ്ടായ 3 വിധികൾ, ശ്രദ്ധേയമായ 3 വിധികളെന്ന് പറയുന്നത്, ഒന്ന് പാലത്തായി കേസായിരുന്നു, 2 നമ്മുടെ മാങ്കൂട്ടത്തിൻ്റെ ആദ്യത്തെ ബലാത്സംഗവും ഗർഭചിത്രവും, രണ്ടാമത്തത് ഇപ്പം മാങ്കൂട്ടത്തിൻ്റെ രണ്ടാമത്തെ ബലാത്സംഗം. അതിൽ പാലത്തായി കേസിലെ വിധിയെ സംബന്ധിച്ച് ഞാൻ ഈ എഴുതിയ, അപ്പോൾ അദ്ദേഹം ഈ ജേക്കബ് എഴുതിയിരിക്കുന്നത് ശ്രീജൻ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു പോസ്റ്റ് കവർ ചെയ്താണ് പുള്ളി എഴുതിയേക്കുന്നത്. ശ്രീജൻ ബാലകൃഷ്ണൻ, അദ്ദേഹം ഒരു മാധ്യമപ്രവർത്തകനാണ് എന്നാണ് മനസ്സിലാവുന്നത്. ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹത്തെ അങ്ങനെ മാധ്യമപ്രവർത്തകൻ, ഞാനിപ്പോൾ അങ്ങനെ പ്രിൻ്റ് മീഡിയ വായിക്കാത്തതുകൊണ്ടായിരിക്കും. ഏതായാലും അദ്ദേഹത്തെ റെഫർ ചെയ്താണ് നമ്മുടെ ജേക്കബ് സാറ് ഇത് എഴുതിയേക്കുന്നത്. അപ്പം ഞാൻ ഈ ശ്രീജൻ ബാലകൃഷ്ണൻ സാറിൻ്റെ പേജ് നോക്കി പാലത്തായിയെ സംബന്ധിച്ച് പുള്ളിക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം പാലത്തായി ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ടല്ലോ. ഇപ്പോൾ ദിലീപിനെ വെറുതെ വിട്ട കോടതി വിധിയിൽ ആവേശം കൊള്ളുന്ന നമ്മുടെ പണിക്കർ, കൃഷ്ണരാജ് അടക്കമുള്ള ആളുകളൊക്കെ പാലത്തായി ജഡ്ജിമെൻറ്റിൽ വളരെ വിയോജിപ്പും അത് എന്തൊക്കെയോ സംഭവിച്ച സംഗതികളും വിലക്കെടുക്കപ്പെട്ട വിധിയും ഒക്കെയായിട്ടാണ് അതിനെ വിലയിരുത്തിയത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഈ കോടതി വിധികളെല്ലാം ആവേശം പകരുന്നത്. അങ്ങനെയുണ്ട്, ചില വിധികൾ ആവേശം പകരും, ചില വിധികൾ അങ്ങനെ ആവേശം പകരുമില്ല. ഏതായാലും അത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ ശ്രീജൻ ബാലകൃഷ്ണൻ സാറിൻ്റെ പേജിലേക്ക് കയറിയത്. അദ്ദേഹത്തിൻ്റെ പേജിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലത്തായി കേസിലൊക്കെ മൗനമാണ്. കാരണം അദ്ദേഹത്തിന് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിലൊരു പുരോഗമന കലാപരമായ സംഗതികളോ അല്ലെങ്കിൽ അവരവർക്ക് ഇഷ്ടപ്പെടുന്ന സുഗന്ധമോ അല്ലെങ്കിൽ ദുർഗന്ധമോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് അവർക്ക് അതിനെക്കുറിച്ചൊന്നും പറയാനില്ല. ഈ 9 വയസ്സ് 10 വയസ്സുള്ള ഒരു പെൺകുട്ടിയെ ചെയ്തത് ക്രൂരമായി പോയി, കുറ്റാന്വേഷണ ഏജൻസികൾ പണ്ട് കാണിച്ചതും വലിയ ക്രൂരതയാണ് എന്നൊന്നും പറയുന്ന വിഷയമൊന്നും പുള്ളി പരാമർശിച്ചിട്ടില്ല. കാരണം അതൊക്കെ പറഞ്ഞാൽ ഈ പുള്ളിയുടെ പുരോഗമനവാദം അംഗീകരിക്കുന്നവർക്ക് നോവും. അതുകൊണ്ടായിരിക്കും പുള്ളി പറയാതിരുന്നത്. പക്ഷേ ഇതിൽ പുള്ളിക്ക് അഭിപ്രായമുണ്ട്. അത് എഴുതി തുടങ്ങുന്നതിന് എങ്ങനെയാണെന്നറിയാമോ? രണ്ടാം ബലാത്സംഗ കേസിൽ രാഹുൽ മാങ്കൂട്ടത്തിന് മുൻകൂർ ജാമ്യം നൽകാൻ തിരുവനന്തപുരം സെഷൻസ് ജഡ്ജി നസീറ എസ് 3 വാദങ്ങളാണ് പ്രധാനമായി ഉന്നയിക്കുന്നത്. അതിൽ തന്നെ നിങ്ങൾ ഒന്ന് ആലോചിക്കണം. ആദ്യം ഇദ്ദേഹത്തിൻ്റെ ജാമ്യം നിഷേധിക്കുന്ന വേളയിൽ ഈ പറയുന്ന പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജിൻ്റെ പേര് എങ്ങും പരാമർശിച്ചിട്ടില്ലായിരുന്നു. ആരും പരാമർശിച്ചിട്ടില്ല. എനിക്കറിയാമായിരുന്നു. അത് എന്നോടൊരു ജഡ്ജ് ഇതുമായി ബന്ധപ്പെട്ട ഒരാൾ പറഞ്ഞതാണ്. ഇന്നതാണ്, ഇന്ന ആളാണെന്നാണ് കേട്ടത്. അവർ നല്ല ജഡ്ജാണ്, വളരെ കാര്യങ്ങൾ നോക്കി മെറിറ്റിൽ മാത്രം തീരുമാനിക്കുന്നവരാണ് എന്നൊക്കെ. ഈ ഫസ്റ്റ് വിഷയത്തിൽ ജാമ്യം കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് പറയുന്നൊരു സിറ്റുവേഷനിലാണ് ഇത് പറഞ്ഞത്. കാരണം ഇതിലൊക്കെ പൊളിറ്റിക്സ് ഉണ്ടെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ ഒന്നാം വിധിയിൽ അവർ വളരെ കൃത്യമായി പറഞ്ഞെങ്കിലും ഈ ജഡ്ജിയെ ആവേശപൂർവ്വം സ്വീകരിക്കുകയോ പേരെഴുതുകയോ ഒന്നും ചെയ്തില്ല. ശ്രീജൻ ബാലകൃഷ്ണ സാറും അതിനകത്തൊന്നും പേരെഴുതി കണ്ടില്ല. പക്ഷേ ഈ മുൻകൂർ ജാമ്യം നിഷേധിച്ചപ്പോൾ ശ്രീജൻ സാറിന് സെഷൻസ് ജഡ്ജ് ആരാണെന്ന് പറയേണ്ടി വന്നു. അത് വേറൊന്നും കൊണ്ടല്ല, അതിനോണ്ട് പറഞ്ഞു പോയതാ എന്നെല്ലാവരും വിശ്വസിച്ചോണം. പിന്നെ പരാതി സമർപ്പിക്കാനുണ്ടായ നീണ്ട വൈകൽ,
അതാണ് ജഡ്ജി പറഞ്ഞ ഒരു കാരണം. അതിന് പറയുന്നത് പരാതിക്കാരുടെ മൊഴിയിലും പരാതിക്കാസ്പദമായി KPCB പ്രസിഡന്റ് പോലീസിന് കൈമാറിയ മെയിലിലുമുള്ള ചില ഭാഗങ്ങളിലെ വൈരുദ്ധ്യം. 3, ആകെ ഒരു തവണ നടന്ന ലൈംഗിക ബന്ധം ബലാത്സംഗമാണെന്ന് തെളിയിക്കാൻ വേണ്ട സംഗതികൾ പ്രോസിക്യൂഷൻ ഹാജരാക്കിയില്ലെന്ന്. ഇതിൽ ആദ്യത്തെ പ്രശ്നം പുള്ളി പറയുന്നത് പരാതി നൽകാനുണ്ടായ 2 വർഷത്തെ കാലതാമസം നിരവധി ഹൈക്കോടതി സുപ്രീം കോടതി വിധികൾ സെറ്റിൽ ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. അതായത് ബലാത്സംഗം കഴിഞ്ഞ് പിറ്റേ ദിവസം കാലത്ത് എഴുന്നേറ്റ് കുളിച്ച് കുറി തൊട്ടുപോയി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകണമെന്ന് കോടതി പറയുന്നില്ല. എന്തോ ഒരു വളരെ നീതിപൂർവ്വം എഴുത്താന്നറിയോ. അങ്ങനെ കുളിച്ച് കുറി തൊട്ടുപോയി ഈ പറയുന്ന പോലീസ് സ്റ്റേഷനിൽ പറയുന്ന കാര്യവും 2 വർഷത്തെ കാലതാമസവുമാണ് പുള്ളി താരതമ്യം ചെയ്യുന്നത്. ഇവരൊക്കെ എന്തൊരു ധാർമ്മിക വിചാരണക്കാരാണ്. പിന്നെ അത് മാത്രമല്ല, അതിജീവിതയ്ക്ക് ഇതിലേക്ക് മടങ്ങി വരാനുള്ള സമയം എന്നൊക്കെ പറയുമ്പം രണ്ടാമത്തേത് മൊഴിയിലെ വൈരുദ്ധ്യമാണ് പുള്ളി ചൂണ്ടിക്കാട്ടുന്നത്. പിന്നെ വേണ്ട വസ്തുതകൾ ഒരുപാടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ എഴുതാത്തത്. എന്നാൽ ഇതിൽ പറയുന്നൊരു കാര്യം, ഈ വിധി വായിച്ചപ്പോൾ കാലിനനുസരിച്ച് നല്ല വൃത്തിയായി ചെരുപ്പ് മുറിച്ചെടുത്തതായിട്ടാണ് തോന്നുന്നത്. ആദ്യം വിധി പറഞ്ഞത് ഈ ജഡ്ജാണെന്നും അന്നേരം അങ്ങനെ പുള്ളിക്ക് തോന്നിയില്ല. അന്നേരം പുള്ളിക്ക് തോന്നിയത് അങ്ങനെയല്ല, കാലിന് പറ്റുന്ന ചെരുപ്പ് തന്നെ പുള്ളി വാങ്ങിച്ചതാണ്. ഇപ്പോൾ രണ്ടാമത്തെ വിധി പുള്ളിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് മനസ്സിലായില്ലേ. പുള്ളി വാദങ്ങളെല്ലാം പറയുന്നുണ്ട് ഇതിനകത്ത്, വിശദമായ വാദങ്ങളെന്ന് പറഞ്ഞാൽ പുള്ളിയാകുന്നൊരു ന്യായാധിപൻ തീരുമാനമെടുത്താൽ എങ്ങനെയാണ് തീരുമാനം എടുക്കേണ്ടത്, അല്ലാതെ അതിൽ പുള്ളിക്ക് ഒരു പ്രശ്നം തോന്നുന്നില്ല. ആദ്യത്തെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറയുന്നതിൻ്റെ തലേന്നാൾ KPCC പ്രസിഡൻറ്റിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും ഈ ഫ്രം വിലാസമില്ലാതെ ഇമെയിലിൽ ഒരു മെയിൽ വരികയും അതിന് 10 മിനിറ്റ് മുൻപ് എല്ലാ ചാനലുകൾക്കും ആ മെയിൽ വരികയും എന്നാൽ മുഖ്യമന്ത്രിക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കും DGPക്കും ഒന്നും മെയിൽ വരാതിരിക്കുകയും ഒന്നും ചെയ്തതിൽ ശ്രീജൻ സാറിന് ഒരു അസ്വാഭാവികതയും തോന്നുന്നില്ല. എന്ന് മാത്രമല്ല, ഇതേ ജഡ്ജാണ് വളരെ കാർക്കശ്യഭാവത്തിൽ എല്ലാ രേഖകളും പരിശോധിച്ച് ആദ്യത്തെ കേസിൽ ജാമ്യം നിഷേധിച്ചത് എന്ന് ഉണ്ടായപ്പോൾ ആവേശപൂർവ്വം ആ ജഡ്ജ് ഇങ്ങനൊന്നുമുള്ള ആളല്ല, വളരെ മിടുക്കിയും ആണെന്നും ആ പേര് പോലും പുറത്ത് പറയണ്ടെന്ന് വിചാരിച്ചെങ്കിലും ഇപ്പോൾ അത് നസീറ ജഡ്ജാണെന്നും നസീറ ജഡ്ജ് ചെയ്തത് ഇങ്ങനെയൊക്കെയാണെന്നുമാണ് ബഹുമാന്യനായ ശ്രീജൻ സാർ എഴുതിയേക്കുന്നത്. അത് കണ്ട് ഈ പറയുന്ന നമ്മുടെ ജേക്കബ് സാറിനൊക്കെ സന്തോഷം അടക്കാൻ വയ്യാത്തവണ്ണം, നമ്മൾ ഈ മനോഹരമായ ഉഷ്ണസമയത്ത് മാംഗോ ഷവർ എന്നൊക്കെ പറയുന്നത് പോലെ ഇങ്ങനെ മാമ്പഴം കൊഴിഞ്ഞു വീഴുന്നത് പോലെ ആ വീഴുന്ന സുഗന്ധമൊക്കെ കണ്ടാണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ വാളിൽ ഇത് പതിപ്പിച്ചിരിക്കുന്നത്. സഹിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാനങ്ങ് നിർത്തുക.